പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും എന്ന വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പള്ളിക്കുടം, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ കോലത്തുകരയിലെ വിദ്യാലയത്തെക്കുറിച്ച്. ക്ഷേത്രത്തിനോട് ചേർന്ന് നല്ല പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കണം, അതുപോലെ നല്ല മരങ്ങളും വെച്ച് പിടിപ്പിക്കണം. അതോടു ചേർന്ന് വായനശാലയും വിദ്യാലയവും ഉണ്ടായിരിക്കണം. തൃപ്പാദങ്ങൾ നമുക്ക് അരുൾ ചെയ്തതാണ്. കോലത്തുകരയിൽ പള്ളിക്കുടം നിർമ്മിക്കുന്നതിന് ക്ഷേത്രപ്പറമ്പിൽ സ്ഥലം പരിമിതമായേ ഉള്ളൂ. ക്ഷേത്രപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ ഹൃദയമാണ്. അത് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവാദി ചടങ്ങുകളും നടത്തുവാനും ഉള്ളതാണ്. മാത്രമല്ല, ഭാവിയിൽ മഹാസമ്മേളനങ്ങൾ നടത്തുവാനും സാധിക്കും. അതിനാൽ ഇനി എന്താണ് മാർഗമെന്ന് ആലോചനയിലിരിക്കുമ്പോൾ തൃപ്പാദങ്ങൾ ഒരു ദിവസം ഒരു ഭക്തനോട് പറഞ്ഞു, ക്ഷേത്രപ്പറമ്പിന് തെക്ക് ഭാഗത്തുള്ള പേരഞ്ചിവിളാകം വീട്ടിലെ കാരണവരായ അച്യുതൻ ചാനാരെ നാം വിളിക്കുന്നു എന്ന് പറയണം. ഉദാര മനസ്കനായ അദ്ദേഹമാണല്ലോ കാലങ്ങൾക്ക് മുൻപ് നമുക്ക് വിശ്രമിക്കുന്നതിലേക്കായി സ്ഥലം വിട്ടുതന്നത്. ആകയാൽ നമ്മുടെ ഈ ആവശ്യവും അദ്ദേഹം നിരസിക്കില്ല. തൃപ്പാദങ്ങൾ വിളിക്കുന്നു എന്ന് ഭക്തൻ ചെന്ന് പറഞ്ഞപ്പോൾ ചാനാർ കുഴിത്തറയിൽ തുണി നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ ചാനാർ നെയ്ത്ത് നിർത്തി കുളിച്ച് വസ്ത്രങ്ങൾ മാറി ഉടൻ തന്നെ തൃപ്പാദങ്ങളുടെ അടുത്തെത്തി വണങ്ങി നിന്നു. അല്പം കഴിഞ്ഞ് തൃപ്പാദങ്ങൾ ചാനാരോടായി ചോദിച്ചു, വിളിച്ചത് എന്തിനാണെന്ന് അറിയണോ? ചാനാർ, അറിയാൻ ആഗ്രഹമുണ്ട് സ്വാമി. തൃപ്പാദങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? ചാനാർ, പഠിപ്പിക്കണം സ്വാമി. തൃപ്പാദങ്ങൾ, എന്നാൽ അതിനു വേണ്ടി നമുക്കിവിടെ പള്ളിക്കൂടം കെട്ടണം. അതിനാവശ്യമുള്ള സ്ഥലം ചാനാർ നൽകണം. പകുതി സ്ഥലം അമ്പലപ്പറമ്പിൽ നിന്നുകൂടി ആകുമ്പോൾ നമുക്കിവിടെ പള്ളിക്കൂടം പണിയാം. ചാനാർ, സ്വാമി, ആവശ്യമായ സ്ഥലം ഈ ഉള്ളവൻ വിട്ടുതരാം. ചാനാർ സ്വാമിക്ക് വാക്കുകൊടുത്തു. അതിൻ പ്രകാരം ചാനാർ നൽകിയ പകുതി സ്ഥലം കൂടി ചേർത്ത് പള്ളിക്കൂടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും ഉയരണം. ഭക്തിയോടൊപ്പം വിശ്വാസത്തോടൊപ്പം അറിവും സംസ്കാരവും വളരും. അങ്ങനെ മനുഷ്യന് ഉത്കൃഷ്ടമായ ജീവിതം നയിക്കാനാകും. കോലത്തുകരയിലെ ഭക്തരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് തൃപ്പാദങ്ങൾ നൽകിയ ദീപപ്രഭയായ വിദ്യാലയത്തിന്റെ പണി വേഗം തന്നെ പൂർത്തിയായി. വൈകാതെ തന്നെ പഠനം തുടങ്ങുന്നതിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്കായി തൃപ്പാദങ്ങൾ നിലവിളക്ക് കൊളുത്തി അറിവിന്റെ പ്രകാശകിരണങ്ങൾ എല്ലാവരിലേക്കുമായി അനുഗ്രഹിച്ചരുളി. സ്വാമി തൃപ്പാദങ്ങൾ തന്നെ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം ആയിൽ തുടങ്ങി സ്വരാക്ഷരം ചൊല്ലി പഠിപ്പിച്ചുകൊണ്ട് വിദ്യാരംഭം കുറിക്കുകയും ചെയ്തു. അതിന്റെ സ്മരണാർത്ഥം അക്ഷരമാലാ ക്രമത്തിൽ ഷൺമുഖ സ്തോത്രം എന്ന ഒരു സ്തോത്രകൃതിയും പിൻകാലത്ത് രചിച്ചു നൽകി. ബോധാനന്ദ സ്വാമികൾ സ്കൂളിന്റെ ചുമതലക്കാരനായും മഹാപണ്ഡിതനും ഏകാന്ത ചിന്തകനുമായ നാലാങ്കൽ കൃഷ്ണപിള്ളയെ പ്രധാന അധ്യാപകനായും നിയോഗിച്ചു. വലിയ വീട്ടിൽ കുഞ്ഞൻ സാർ, മുൻഷി ദാമോദരൻ സാർ, കോട്ടൂർ വാസവൻ സാർ, മൂപ്പൻ വിളാകത്ത് രാമകൃഷ്ണൻ സാർ എന്നിവർ ആദ്യകാലത്തെ അധ്യാപകരായിരുന്നു. കൊച്ചുവീട്ടിൽ ഡോക്ടർ രാമകൃഷ്ണൻ, വെന്തവളാകം വീട്ടിൽ എഡിസൺ നാരായണൻ, വാറിൽ വീട്ടിൽ ശിവശങ്കരൻ, ഡോക്ടർ കെ കരുണാകരൻ, കിഴക്കുംപുറത്ത് മാധുവൈദ്യർ, കൊച്ചുവീട്ടിൽ കുഞ്ഞികൃഷ്ണൻ തുടങ്ങി പ്രമുഖരായ പലരും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. 1952 വരെയും ഈ സ്കൂളിൽ 7ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1952 ശ്രീ കേശവൻ മുഖ്യമന്ത്രിയായപ്പോൾ
ഈ സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം നിർവഹിച്ചതും. അമ്പലക്കാവ് വെട്ടിത്തെളിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റുകയും പിൻകാലത്ത് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. തൃപ്പാദങ്ങളുടെ ഈ തിരുവരുൾ തന്നെ വിദ്യാലയങ്ങൾക്ക് നാം എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് വിളിച്ചോതുന്നു. ഒരു സമൂഹത്തെ ഭൗതികമായും സാംസ്കാരികമായും ആത്മീയമായും കൈപിടിച്ചുയർത്തുന്നതായിരിക്കണം വിദ്യാലയങ്ങൾ. വിദ്യാലയങ്ങളിൽ മറ്റു പാഠ്യേതര വിഷയങ്ങളോടൊപ്പം എല്ലാ മതങ്ങളുടെയും അന്തഃസത്ത ഒന്നു തന്നെയാണെന്ന് കുട്ടികൾക്ക് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള പാഠ്യഭാഗങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം. നമ്മുടെ വിദ്യാലയങ്ങൾ കേവലം ജോലിക്ക് വേണ്ടിയോ ഭൗതിക സാമ്പത്തിക അടിത്തറയ്ക്ക് വേണ്ടിയോ മാത്രമാകരുത്. ഒരു മനുഷ്യന്റെ സർവതോമുഖമായ അഭിവൃദ്ധി ആയിരിക്കണം വിദ്യാലയങ്ങളുടെ ലക്ഷ്യം. ശിവഗിരി തീർത്ഥാടന വേളയിൽ തൃപ്പാദങ്ങൾ നമുക്കായി നൽകിയ അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രഥമ സ്ഥാനം നൽകിയതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ